നമസ്കാരം. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് 7 മാസം മുതൽ പ്രസവ ഡേറ്റ് അടുത്തത് വരെയുള്ള ഗർഭിണികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം 7 മാസത്തിലെ പ്രധാനമായിട്ട് 7 മാസത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ഒരു ഗർഭകാലം എന്ന് പറഞ്ഞാൽ ശാരീരികമായ മാറ്റങ്ങൾ വരുന്ന കാലമാണ്. കുട്ടി വളരുന്നതിനനുസരിച്ച് ശാരീരികമായ മാറ്റങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നോർമലായിട്ടുള്ള സാധാരണയായിട്ട് ഗർഭത്തിൻ്റെ ഫിസിയോളജി എന്ന് പറയും, അതായത് ഗർഭകാലത്തുണ്ടാകുന്ന സാധാരണയായ ശാരീരിക മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തേത് നമുക്കറിയാം, വയറ് വലുതായി വരുന്നു. 7 മാസത്തെ വയറ് നമുക്ക് ഊഹിക്കാമല്ലോ. വയറ് വലുതായി വരുന്നതിനനുസരിച്ചുള്ള നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, വയറ് വീർത്തുകൊണ്ടുള്ള കിടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള അസ്വസ്ഥതകൾ, അതുപോലെ ഗ്യാസ് കൂടുതലാണെന്ന് പലരും ബുദ്ധിമുട്ട് പറയാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സ്വാഭാവികമായ അസ്വസ്ഥതകൾ 7 മാസം തൊട്ട് ഉണ്ടാകാം. പിന്നെ വേറൊന്ന് എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ് കാലിലെ നീര്, നടുവേദന, അതുപോലെ ഞരമ്പ് തടിക്കുക, വെള്ളപ്പോക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ്? വേദനകൾ കൂടുതലായി വരുന്നത് ഗർഭം വളരുന്നതിനനുസരിച്ച് യൂട്രസിൻ്റെ സൈസും കുട്ടിയുടെ വെയിറ്റും കൂടുന്നു, അല്ലേ? അപ്പം ഈ സമയത്ത് പ്രസവത്തിനായിട്ട് നമ്മുടെ ശരീരം ഒരുങ്ങുന്നത് കൊണ്ട് ശരീരത്തിലെ എല്ലുകൾക്കും സന്ധികൾക്കൊക്കെ വികാസം വരണം, വേണ്ടേ? എല്ലുകൾ വികസിക്കണം, സന്ധികൾ അയഞ്ഞു വരണം, എന്നാലല്ലേ സുഖപ്രസവം നടക്കൂ. നമ്മൾ ഈ പ്രസവ സമയത്ത് ഗർഭിണിയായാൽ എന്തിനാണ് മുൻകരുതൽ കൊടുക്കുന്നത്? സുഖപ്രസവത്തിന് ആരോഗ്യത്തോടു കൂടെയും ബുദ്ധിയോടുകൂടെയുമുള്ള ഒരു നല്ല കുഞ്ഞ് സുഖപ്രസവത്തിലൂടെ കിട്ടുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ശരീരം ഒരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നല്ല ശരീരത്തിന് സംഭവിക്കുന്നത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളപ്പോക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഗർഭപാത്രത്തിലെ ഗർഭാശയ മുഖത്തെ ഗ്രന്ഥികൾ ഗർഭത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി, അണുബാധയിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് ഗ്രന്ഥികൾ കൂടുതൽ സ്രവങ്ങൾ പുറപ്പെടുവിക്കുന്നു. അതാണ് സാധാരണയായിട്ട് വെള്ളപ്പോക്കായിട്ട് കാണുന്നത്. പക്ഷേ അപകടകരമായ വെള്ളപ്പോക്കുകളുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. പിന്നെ ഉറക്കക്കുറവ് എപ്പോഴും 7 മാസത്തിന് ശേഷം ഗർഭിണികൾ പറയുന്ന ഒരു പ്രശ്നമാണ് ഉറക്കക്കുറവ് എന്നുള്ളത്. അത് ഒന്നാമത്തത് വയറ് വീർത്തത് കൊണ്ടുള്ള കിടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, കുട്ടി അനങ്ങുമ്പോഴുണ്ടാകുന്ന വേദനകൾ, ശരീരവേദനകൾ, പിന്നെ ഹോർമോൺ ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഒരു കാരണം. പിന്നെ കാൽ കഴപ്പ്, അതും സ്വാഭാവികമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഗർഭപാത്രം വലുതാവുമ്പോൾ ശരീരത്തിൻ്റെ വെയിറ്റും കൂടുന്നതിനനുസരിച്ച് കാലുകൾക്ക് നമ്മൾ നടക്കുമ്പോൾ ഈ വെയിറ്റ് താങ്ങണ്ടേ. അപ്പം അത് വൈകുന്നേരം വരെ ആകുമ്പോഴേക്കും കാലിന് മസിലുകൾക്ക് ക്ഷീണം സംഭവിച്ചിട്ടാണ് പലപ്പോഴും കാലുവേദനയും മസിൽ പിടുത്തവും കാലിലെ നീരുകളും ഒക്കെ വരുന്നത്. അതുപോലെ വേറൊരു പ്രധാനമായിട്ട് കാണുന്നത് ഞരമ്പ് തടിച്ചു വരിക. 7 മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ കാലിലെ ഞരമ്പുകൾക്ക് തടിപ്പ്, രക്തപ്രവാഹം, കാലിലേക്കുള്ള രക്തപ്രവാഹം തിരിച്ചുള്ളതും ഗർഭപാത്രത്തിൻ്റെ വലിപ്പം കൊണ്ടുള്ള തടസ്സം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ കാല് നീർത്തി വയ്ക്കുക, കൂടുതൽ സമയം കിടക്കുക, വിശ്രമിക്കുക ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ പിന്നീട് പതുക്കെ കുറഞ്ഞു വരും. അപ്പോൾ ഇനി എന്തെങ്കിലും ഇനി 7 മാസത്തിന് ശേഷമുള്ള ഗർഭിണിക്ക് ആവശ്യമായ ചെക്കപ്പുകൾ, സ്കാനുകൾ, മരുന്നുകൾ, ഇതിനെക്കുറിച്ചൊക്കെ 7 മാസം കഴിഞ്ഞാൽ സാധാരണ നമ്മൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഗർഭകാല ചെക്കപ്പ് നടത്തണം എന്നാണ് പറയുന്നത്. 7-ാം മാസത്തിൽ വേണ്ട ടെസ്റ്റുകൾ, ബ്ലഡിൻ്റെ ടെസ്റ്റ്, നമ്മൾ അതുവരെയുള്ള ഗർഭകാലത്തിൽ എല്ലാ ടെസ്റ്റുകളും സ്കാനുകളും ഒരുവിധമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ജനിതക ടെസ്റ്റുകളാവട്ടെ, ബ്ലഡിൻ്റെ ടെസ്റ്റുകളാവട്ടെ, 2-3 തവണ രക്തക്കുറവുണ്ടോയെന്നും അനുബാധയുണ്ടോയെന്നും ഉള്ള എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞിട്ടുണ്ടാകും. ഇനി 7-ാം മാസത്തിൽ ഇതുപോലെ പ്രധാനമായിട്ടും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു ഗർഭിണിക്ക് ചെയ്യുന്നത് രക്തത്തിൻ്റെ അളവ്, അതായത് CBC എന്ന് പറയും, അതുപോലെ യൂറിൻ പഴുപ്പുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, അതുപോലെ തന്നെ ഷുഗറിൻ്റെ സാധ്യതയുണ്ടോ എന്നുള്ളത്. നമ്മൾ 7 മാസം മുതലാണ് സാധാരണ ഒരു ഗർഭിണിക്ക് ഷുഗർ വരാൻ സാധ്യതയുള്ള, അങ്ങനെയുള്ളവർ ആരൊക്കെയാണ്? ഒന്നാമത് വണ്ണം കൂടുതലുള്ളവർ, കഴിഞ്ഞ ഗർഭത്തിൽ ഷുഗർ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ,
അതല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി, വീട്ടിൽ ആർക്കെങ്കിലും ഷുഗർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെയാണ് ഷുഗർ വരാൻ, ഗർഭകാല ഷുഗർ വരാനുള്ള, പ്രമേഹം വരാനുള്ള സാധ്യതയുള്ളവർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ ടെസ്റ്റുകൾ, നമ്മൾ ഗ്ലൂക്കോസ് കഴിച്ചിട്ടൊരു ടെസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഒരു പൊടി കലക്കി കുടിച്ചിട്ടുള്ള ടെസ്റ്റ്, അങ്ങനത്തെ ആ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യും. അതല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടും, യൂറിൻ്റെ ടെസ്റ്റ്. പിന്നെ ഓരോ കേസിനനുസരിച്ച് വളർച്ചക്കുറവുള്ളവർക്കോ മറ്റ് അസുഖങ്ങളുള്ളവർക്കോ BP ഉള്ളവർക്കൊക്കെ അതിനനുസരിച്ചുള്ള ടെസ്റ്റുകളും വരും 7-ാം മാസത്തിന് ശേഷം. പിന്നെ നമുക്ക് സ്കാന്, പിന്നെ ഒരു പ്രധാന കാര്യമാണ് സ്കാന്. എപ്പോഴും പലരും നമുക്ക് ഗർഭിണികൾ അവരുടെ വീട്ടുകാർ എന്തിനാ ഇത്ര അധികം സ്കാൻ, അങ്ങനെ ഒരു സംശയം പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഓരോ സന്ദർഭത്തിലും അതാത് സമയത്തുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് സ്കാൻ വരുന്നത്. 7-ാം മാസത്തിലെ സ്കാൻ എന്തിനാണെന്ന് വെച്ചാൽ 7-ാം മാസത്തിൽ ഒരു കുട്ടിയുടെ പല വൈകല്യങ്ങൾ, ചില വൈകല്യങ്ങൾ നമുക്ക് സ്ലൈഡ് ചില വൈകല്യങ്ങൾ നമുക്ക് 7-ാം മാസത്തിലാണ് തെളിഞ്ഞു വരിക. അതായത് തലച്ചോറിലുള്ള നീര്, അതുപോലെ കുടലുകളൊക്കെ നെഞ്ചിലേക്ക് കയറിയിട്ടുള്ള വൈകല്യം, ഇതൊക്കെ തിരിച്ചറിയുന്നത് 7-ാം മാസത്തിലാണ്. വളർച്ചക്കുറവ് സാധ്യതയുണ്ടോ ഈ കുട്ടിക്ക് എന്നുള്ളത് അറിയുന്നതും 7-ാം മാസത്തിലെ സ്കാനിലൂടെ. പിന്നെ വേറൊരു പ്രധാനം, നമ്മൾ 3-ൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മംഗോളിസം അതല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം എന്ന ഒരു ടെസ്റ്റിന് വേണ്ടിയുള്ള സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ അസുഖം, മംഗോളിസം എന്നുള്ള അസുഖം കൊണ്ട് ജനിക്കുന്ന കുട്ടികൾക്ക് ജനിതക വൈകല്യങ്ങൾ, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ, ക്യാൻസർ വരാനുള്ള സാധ്യത, ബുദ്ധിമാന്ദ്യം, ഇതൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ ഉള്ള മറ്റ് 2 ഗുരുതരമായ വൈകല്യങ്ങളാണ് ട്രൈസോമി 18 and 13 എന്ന് പറയും. ഈ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3-ാം മാസത്തിലുള്ള ജനിതക സ്ക്രീനിങ്, നിങ്ങളോട് പറയാറില്ലേ 1600 ഒരു ടെസ്റ്റ് ചെയ്യാൻ സമ്മതമാണോ, സ്കാനിൻ്റെ കൂടെ വേണമെങ്കിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു പേപ്പർ വായിക്കാനൊക്കെ തരാറില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വേറെന്താണ്, ടെസ്റ്റുകൾ ഞാൻ പറഞ്ഞു. പിന്നെ സ്കാനിങ്ങിൻ്റെ, അതാണ് ഒരു സ്കാൻ 7-ാം മാസത്തിൽ ചെയ്യുന്നത് ഈ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ സ്കാൻ ചെയ്യുന്നത് 9-ാം മാസത്തിലാണ്. മറ്റ് അപകടങ്ങളൊന്നും ഇല്ലാത്തവർക്ക്, നേരെ മറിച്ച് വെള്ളക്കുറവോ വളർച്ചക്കുറവോ അതുപോലുള്ള പ്രശ്നങ്ങളോ ഉള്ളവർക്ക് കൂടുതൽ സ്കാനുകൾ ആവശ്യം വരും. കാരണം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അപകടങ്ങൾ മുൻകൂട്ടി കണ്ടെത്താനാണ്. ഈ ടെസ്റ്റുകളും കാര്യങ്ങളും സ്കാനുകളും ഒക്കെ നമ്മൾ ചെയ്യുന്നത് അപകടങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി അമ്മയ്ക്കും കുഞ്ഞിനും പ്രശ്നങ്ങളില്ലാതെ നോർമൽ ഗർഭം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആരോഗ്യവും ബുദ്ധിയോടും കൂടിയ ഒരു കുഞ്ഞിനെ നോർമൽ പ്രസവത്തിലൂടെ കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിന് 9-ലാണ് പിന്നെ ഒരു സ്കാനിൽ. ആ സമയത്ത് കുട്ടിയുടെ വെള്ളം, കിടപ്പ്, വളർച്ചക്കുറവുണ്ടോ, വെയിറ്റ് കൂടുതലാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. ഇനി ഗർഭകാലത്തെ ഭക്ഷണം പലപ്പോഴും 7-ാം മാസം മുതൽ സാധാരണ നമ്മൾ ആദ്യത്തെ 3 മാസമൊക്കെ ഛർദിയൊക്കെ ആയിട്ട് പലപ്പോഴും ഭക്ഷണം കുറവായിരിക്കും സ്ത്രീകൾ കഴിക്കുന്നത്. അത് കഴിഞ്ഞ് കുറേശ്ശെ കഴിക്കാൻ തുടങ്ങി. 7-ാം മാസം ആകുമ്പോൾ എന്താണ്, എല്ലാവരും പള്ള കാണാൻ വരുന്നു അല്ലേ, വീട്ടിലൊരുപാട് സ്വീറ്റ്സും കാര്യങ്ങളും ഭക്ഷണമൊക്കെ നല്ല വിശപ്പൊക്കെ ആയിട്ട് ധാരാളം ഭക്ഷണം കഴിക്കാനൊരു ടെൻഡൻസി കൂടുതലുള്ള സമയമാണ്. ഈ സമയത്ത് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കിട്ടുന്ന നാടൻ ഭക്ഷണങ്ങളാണ് കൂടുതലായി കഴിക്കേണ്ടത്. 7 മാസം മുതലാണ് ഞാൻ പറഞ്ഞു പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കാർബോഹൈഡ്രേറ്റ്, അതായത് അരിഭക്ഷണം, കിഴങ്ങ് വർഗ്ഗങ്ങൾ, മധുര പലഹാരങ്ങൾ, ഇതൊക്കെ കുറച്ചിട്ട് കൂടുതൽ പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ, അതായത് പയറ് വർഗ്ഗങ്ങൾ, മുട്ട, പാല്, ഇങ്ങനെയുള്ള പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങളാണ് കൂടുതൽ കഴിക്കേണ്ടത്. ഒപ്പം തന്നെ നാരുള്ള ഭക്ഷണങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, ഇതൊക്കെ ധാരാളം കഴിക്കണം. കൂടാതെ ധാരാളം വെള്ളം കുടിക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം. ദഹന പ്രക്രിയയ്ക്കും മറ്റുള്ള ശരീരത്തിലുള്ള ടോക്സിൻസൊക്കെ ക്ലിയറായി പോകുന്നതിനും മലബന്ധം ഒഴിവാകുന്നതിന്, ഇങ്ങനെയുള്ള മൂത്രപ്പഴുപ്പ് വരാതിരിക്കാൻ, ഇതിനൊക്കെ ധാരാളമായിട്ട് വെള്ളം കുടിക്കണം. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു വയറ് വലുതാകുന്നതുകൊണ്ടുള്ള അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഉണ്ടാവും. ഗ്യാസ് കയറലൊക്കെ സാധാരണ 7 മാസത്തിന് ശേഷം ഉണ്ടാകുന്നതാണ്.
അപ്പോൾ ഈ അസ്വസ്ഥത കുറയ്ക്കാനായിട്ട് ഇടവിട്ട് കുറേശ്ശെ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ കിടക്കരുത്. ഉടനെ തന്നെ കിടക്കുന്നത് അസിഡിറ്റി വരാനുള്ള കാരണമാവും. പിന്നെ വേറൊരു പ്രധാന കാര്യം, എന്നെ നോക്കിയത് സോഫിയമ്മയാണല്ലോ, ഇന്ന് ഗീത ഡോക്ടറാ, ഞാൻ പോണില്ല. അല്ലെങ്കിൽ ആദിത്യ സാറാ, ഞാൻ പോണില്ല. അല്ലെങ്കിൽ എന്നെ നോക്കിയത് ഗീത ഡോക്ടറാണല്ലോ, മറ്റൊരു, അങ്ങനെ വേണ്ട. നമ്മുടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ 3 പേരും ഓരോ പേഷ്യൻറ്റിനെ കുറിച്ചും അറിഞ്ഞിരിക്കും. നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ഒരു യൂണിറ്റ് എന്ന നിലയിലാണ്. ഒരു കേസ് ഷീറ്റേ ഉള്ളൂ. ആ കേസ് ഷീറ്റിൽ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ആര് വന്നാലും മാഡം എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ രോഗിക്ക് എന്തൊക്കെ ചെയ്തു, ഇനി എന്താണ് പ്ലാൻ, അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഞാൻ കണ്ടാൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കേസ് ഷീറ്റ് കണ്ട എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ നിങ്ങൾ എത്തേണ്ട അപകടകരമായ ഈ സമയത്തുള്ള ലക്ഷണങ്ങളിൽ ഒന്ന് പെട്ടെന്നുണ്ടാകുന്ന തലവേദന. കിടക്കണം, അത് പറയാം. ഇതൊന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന തലവേദന, അത് ചിലപ്പോൾ BP കൂടിയതിൻ്റെ ലക്ഷണമാവാം. അതുപോലെ കാലിൽ പെട്ടെന്നുണ്ടാകുന്ന നീര്, പെട്ടെന്ന് എല്ലാ ദിവസത്തെയും പോലെയല്ല, കൂടുതൽ നീര് കാണുന്നു അത്. അതുപോലെ അനക്കക്കുറവ്, പെട്ടെന്ന് വെള്ളം പെട്ടിപ്പോകുന്നത്, പെട്ടെന്നുണ്ടാകുന്ന ഛർദി, വല്ലാതെ ഛർദിക്കുന്നു, സാധാരണ ദിവസത്തെ പോലെയല്ല, ഇന്ന് എനിക്ക് ഛർദി കുറച്ച് കൂടുതലാണ്, അങ്ങനെ ഛർദി കൂടുതലായിരിക്കുക. നല്ല കടുത്ത തലവേദന, അതുപോലെ കാഴ്ചയ്ക്കൊരു മങ്ങൽ, മൂത്രം പോകുന്നതിലുള്ള കുറവ്, ഇത്രയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എപ്പോൾ തോന്നിയാലും ഹോസ്പിറ്റലിൽ വരണം. ഡോക്ടറെ കണ്ട് പരിശോധിച്ച ശേഷമേ അത് നോർമലാണോ അതോ കുഴപ്പമുള്ളതാണോ തീരുമാനിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം.